ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് നോർത്ത് അറ്റ്ലാന്റിക് ഓഷ്യനിലുള്ളൊരു ഐലൻഡ് കൺട്രിയായ ഐസ്ലൻഡിനെ കുറിച്ചാണ്. ഐസ്ലൻഡ് യൂറോപ്പിൻ്റെ ഭാഗത്താണ്, പക്ഷേ ഇത് ഗ്രീൻലാൻഡിൻ്റെയും നോർവേൻ്റെയും നടുവിലായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. ഐസ്ലൻഡിൻ്റെ ക്യാപിറ്റൽ സിറ്റി റെയ്ക്യവിക് ആണ്. ഇത് വേൾഡിലെ സ്മോളസ്റ്റ് ക്യാപിറ്റൽ സിറ്റികളിൽ ഒന്നാണ്. ഐസ്ലൻഡിലെ പോപ്പുലേഷൻ വളരെ കുറവാണ്. അപ്രോക്സിമേറ്റ്ലി 370,000 പീപ്പിൾ മാത്രമാണ് ഉള്ളത്. ഇവിടെ വോൾക്കാനോസ്, ഗ്ലേഷ്യേഴ്സ്, വാട്ടർഫോൾസ്, ഗേസേഴ്സ് പോലെ നാച്ചുറൽ ലാൻഡ്സ്കേപ്സും ബ്യൂട്ടിയും കാണാൻ പറ്റും. ഐസ്ലാൻഡ് വിസിറ്റ് ചെയ്യാൻ മെയിൻ റീസൺ അതിൻ്റെ യുണീക്ക് നാച്ചുറൽ ബ്യൂട്ടി തന്നെയാണ്. ഐസ്ലാൻഡിനെ ലാൻഡ് ഓഫ് ഫയർ ആൻഡ് ഐസ് എന്ന് വിളിക്കുന്നു, കാരണം ഇവിടെ വോൾക്കാനോസും ഗ്ലേഷ്യേഴ്സും ഒരുമിച്ച് കാണാൻ കഴിയും. വിസിറ്റേഴ്സിന് ഇവിടെ വാട്ടർഫോൾസ്, ബ്ലാക്ക് സാൻഡ് ബീച്ചസ്, വോൾക്കാനോ ലാൻഡ്സ്കേപ്സ്, ഗ്ലേഷ്യേഴ്സ് എല്ലാം എക്സ്പ്ലോർ ചെയ്യാൻ കഴിയും. ഈ കൺട്രി വളരെ ക്ലീനും പീസ്ഫുള്ളും സേഫുമാണ്. കൂടാതെ ഐസ്ലാൻഡിൽ നദേൺ ലൈറ്റ്സ് കാണാൻ പറ്റുന്ന റെയർ ഓപ്പർച്യൂണിറ്റി കൂടിയും ഉണ്ട്. ഐസ്ലൻഡിലെ വെതർ കോൾഡാണ്, പക്ഷേ ഓരോ സീസണും ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് തരുന്നു. സമ്മർ ജൂൺ മുതൽ ഓഗസ്റ്റ് വരെ ബെസ്റ്റ് ടൈമാണ്. വെതർ മൈൽഡ് ആയിരിക്കും. കൂടാതെ മിഡ് നൈറ്റ് സൺ എക്സ്പീരിയൻസ് ചെയ്യാനും പറ്റും. രാത്രിയിലും വെളിച്ചമുണ്ടാകും എന്നതാണ് ഇതിൻ്റെ പ്രത്യേകത. വിൻ്റർ നവംബർ മുതൽ മാർച്ച് വരെയാണ്. കോൾഡും സ്നോയുമായിരിക്കും, പക്ഷേ നദർ ലൈറ്റ്സ് കാണാൻ ബെസ്റ്റ് ടൈമാണ്. സ്പ്രിങ്ങും ഓട്ടമും ഷോൾഡർ സീസണാണ്. ക്രൗഡ് കുറവാകും ആൻഡ് നാച്ചുറൽ വളരെ ബ്യൂട്ടിഫുൾ ആയിരിക്കും. അതുകൊണ്ട് ട്രാവൽ പ്ലാൻ ഡിപ്പെൻഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് എന്ത് എക്സ്പീരിയൻസ് ചെയ്യണോ അതിൻ്റെ ബേസിസിലാണ്. ഐസ്ലൻഡിൽ പല അമേസിംഗ് നാച്ചുറൽ അട്രാക്ഷൻസുകളുണ്ട്. ഗോൾഡൻ സർക്കിൾ ഒരു പോപ്പുലർ ടൂറിസ്റ്റ് റൂട്ടാണ്. ഇവിടെ ഗേസേഴ്സ്, വാട്ടർഫോൾസ് ആൻഡ് നാഷണൽ പാർക്സ് കാണാൻ പറ്റും. ഗുൾഫോസ് വാട്ടർഫോൾ ഒരു പവർഫുള്ളും ബ്യൂട്ടിഫുള്ളും ആയൊരു വാട്ടർഫോളാണ്. ബ്ലൂ ലഗൂൺ ജിയോ തെർമൽ സ്പായാണ്. ഇവിടെ വാം മിനറൽ വാട്ടറിൽ റിലാക്സ് ചെയ്യാൻ പറ്റും. ബ്ലാക്ക് സാൻഡ് ബീച്ചസ്, എസ്പെഷ്യലി വിക് എന്ന വില്ലേജിൽ ബ്ലാക്ക് സാൻഡ് ബീച്ച് യുണീക്ക് ലാൻഡ്സ്കേപ്പ് കൊണ്ട് ഫേമസ് ആണ്. പട്ന്യോക്കൽ ഗ്ലേഷ്യർ യൂറോപ്പിലെ ലാർജസ്റ്റ് ഗ്ലേഷ്യറുകളിൽ ഒന്നാണ്. ഇത് എല്ലാം ഐസ്ലൻഡിൻ്റെ നാച്ചുറൽ ബ്യൂട്ടി കാണാനുള്ള ഒരു പ്ലേസാണ്. ഐസ്ലൻഡിലെ മെയിൻ എയർപോർട്ടാണ് കെഫ്ലവിക് ഇൻ്റർനാഷണൽ എയർപോർട്ട്. ഇത് റെയ്ക്യവിക്കിൻ്റെ അടുത്താണ് സ്ഥിതി ചെയ്യുന്നത്. കൂടാതെ ഓൾമോസ്റ്റ് എല്ലാ ഇൻ്റർനാഷണൽ ഫ്ലൈറ്റ്സും ഇവിടെയാണ് വരുന്നത്. ഡൊമസ്റ്റിക് ഫ്ലൈറ്റ്സിന് വേണ്ടി റെയ്ക്യവിക് ഡൊമസ്റ്റിക് എയർപോർട്ട് ഉണ്ട്. ഇത് കൺട്രിയിലെ ഡിഫറെൻറ്റ് റീജിയൻസ് കണക്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്നു. ഐസ്ലാൻഡിൽ ട്രാൻസ്പോർട്ടേഷൻ കുറച്ച് ഡിഫറെൻ്റ് ആണ് കമ്പയർഡ് ടു അതർ കൺട്രീസ്. പബ്ലിക് ട്രാൻസ്പോർട്ട് ലിമിറ്റഡ് ആണ്, എസ്പെഷ്യലി റൂറൽ ഏരിയസിൽ. മോസ്റ്റ് ട്രാവലേഴ്സ് കാർ റെൻറ്റ് ചെയ്യും. അതാണ് കൺട്രി എക്സ്പ്ലോർ ചെയ്യാനുള്ള ബെസ്റ്റ് ഓപ്ഷൻ. ബസ്സസും ഗൈഡ് ടൂറിസും അവൈലബിൾ ആണ്, പക്ഷേ ഓപ്ഷൻസ് കുറവാണ്. റോഡ് ട്രിപ്സ് ഐസ്ലൻഡിലെ വളരെ പോപ്പുലറാണ്, കാരണം നാച്ചുറൽ കണ്ട് ട്രാവൽ ചെയ്യാനുള്ള എക്സ്പീരിയൻസ് ആണ് കൂടുതലും ടൂറിസ്റ്റുകൾ ചൂസ് ചെയ്യുന്നത്. ഐസ്ലാൻഡിൽ ഫുഡ് സിമ്പിളും ട്രഡീഷണലുമാണ്. ലാം ഡിഷസ് വളരെ പോപ്പുലറാണ്, കാരണം ഐസ്ലാൻഡിൽ ഷീപ്പ് ഫാമിംഗ് കോമൺ ആണ്. ഫ്രഷ് സീ ഫുഡ്, എസ്പെഷ്യലി ഫിഷ്, ഡെയിലി ക്യൂസിനിൽ ഇമ്പോർട്ടൻ്റ് ആണ്. സ്കയർ ഒരു ട്രഡീഷണൽ ഡയറി പ്രൊഡക്റ്റാണ്. ഇത് യോഗോട്ട് പോലെ തന്നെയാണ്. ഐസ്ലാൻഡിക് ഹോട്ട് ഡോഗ് ലോക്കൽസും ടൂറിസ്റ്റും രണ്ടുപേർക്കും ഫേവറേറ്റ് സ്ട്രീറ്റ് ഫുഡാണ്. ഇവിടെ സ്ട്രീറ്റ് ഫുഡ് കൾച്ചർ കുറവാണ്, പക്ഷേ സിമ്പിൾ ലോക്കൽ ഡിഷസ് ട്രൈ ചെയ്യാൻ പറ്റും. ഇന്ത്യൻ സിറ്റീസിന് ഐസ്ലാൻഡ് വിസിറ്റ് ചെയ്യാൻ ഷെങ്കൻ വിസ ആവശ്യമുണ്ട്. ഐസ്ലാൻഡ് ഷെങ്കൻ ഏരിയയിൽ ഇൻക്ലൂഡഡ് ആയതുകൊണ്ട് സെയിം വിസ യൂസ് ചെയ്യാൻ പറ്റും. പാസ്പോർട്ട് മിനിമം 6 മാസം വാലിഡിറ്റി ഉണ്ടായിരിക്കണം. അതുപോലെ ട്രാവൽ ഇൻഷുറൻസ്, ഫ്ലൈറ്റ് ടിക്കറ്റ്, അക്കോമഡേഷൻ ഡീറ്റെയിൽസ്, ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ്സ് എല്ലാം സബ്മിറ്റ് ചെയ്യണം. പ്രോസസ്സിംഗ് ടൈം യൂഷ്വലി 15 വർക്കിംഗ് ഡേയ്സ് അപ്രോക്സിമേറ്റ്ലി ആയിരിക്കും. ഐസ്ലാൻഡിൽ പല യുണീക്ക് എക്സ്പീരിയൻസുകളും ഉണ്ട്. നദർ ലൈറ്റ്സ് കാണാൻ പറ്റുന്നത് തന്നെ ഒരു ലൈഫ് ടൈം എക്സ്പീരിയൻസ് ആണ്. അതുപോലെ ഗ്ലേഷ്യർ ഹൈക്കിംഗ് ആൻഡ് ഐസ് കേവ് എക്സ്പ്ലോറേഷൻ വളരെ പോപ്പുലർ ആക്ടിവിറ്റീസ് ആണ്. ബ്ലൂ ലഗൂണിൽ ബാത്ത് എടുക്കുന്നത് ഒരു റിലാക്സിംഗ് എക്സ്പീരിയൻസ് തന്നെയാണ്. വോൾക്കാനോ ലാൻഡ്സ്കേപ്പും ബ്ലാക്ക് സാൻഡ് ബീച്ചസും എക്സ്പ്ലോർ ചെയ്യാനും കഴിയും. കൂടാതെ ഐസ്ലാൻഡിൽ നേച്ചർ കണ്ട് റോഡ് ട്രിപ്പ് ചെയ്യുന്നത് വളരെ സ്പെഷ്യലായ ഒരു എക്സ്പീരിയൻസ് ആണ്. മോർ എഡ്യൂക്കേഷണൽ വീഡിയോസിന് വേണ്ടി വെസ്റ്റ്ബേർഡ് ഹോളിഡേയ്സ് ഫോളോ ചെയ്യൂ.